വളരെ പ്രായം കുറഞ്ഞ 26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ജിൻസ് എന്ന് പറഞ്ഞ ഒരാൾ, ജിൻഷ എന്നാണ് അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരാൾ ഇവിടെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പല്ലുവേദന കൊണ്ട് മടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. പല്ലുവേദന കൊണ്ട് മടുത്തു, അതുകൊണ്ട് പല്ലൊന്നും വേണ്ട, പല്ലൊന്നും ഇല്ലെങ്കിൽ പിന്നെ വേദനയില്ലല്ലോ എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ തന്നെ ഒരു മറുപടി പറഞ്ഞേക്കാം എന്നോർത്തിട്ടാണ്. പല്ല് വേദന എന്ന് പറയുന്നത് വല്ലാത്തൊരു വേദനയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പല്ല് വേദന ഉണ്ടെങ്കിൽ ആ വേദന നമുക്ക് മാറ്റിയെടുക്കാൻ പലതരത്തിലുള്ള അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് മാറ്റണം. പലപ്പോഴും കാരണം കണ്ടുപിടിക്കാതെ മാറ്റുമ്പോഴാണ് പല്ല് വേദന വീണ്ടും വീണ്ടും വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാലിന് വേദനയുണ്ടെന്ന് പറയും, അതിനൊരു മുട്ടുവേദനയുണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ആ മുട്ടിൻ്റെ വേദന ഉണ്ടെങ്കിൽ ആ വേദന മാറാൻ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റിയാൽ അത് വേഗം മാറി കിട്ടും. അല്ലെങ്കിൽ ലീക്ക് ഉണ്ടെങ്കിൽ ആ ലീക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചാൽ, അല്ലാതെ ലീക്കിൻ്റെ താഴെ കുടമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുട ചൂടി എല്ലാ കാലത്തും ജീവിച്ചിട്ട് വരും. അഥവാ നമ്മൾ മരുന്ന് കഴിച്ച് നമ്മൾ വേദന മാറ്റാൻ നോക്കിയാൽ പല്ലിൻ്റെ വേദന, മുട്ടിൻ്റെ വേദന ഇതൊന്നും കുറയാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ജിൻസൊക്കെ മടുത്തു പോയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പല്ല് വേദന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വേദനയാണെന്ന് അനുഭവിച്ചവർക്കൊക്കെ അറിയാം. ഇത് മോണോയിൽ നിന്നുള്ള വേദന ഉണ്ടാക്കാം, പല്ലിൽ നിന്നുള്ള വേദന ഉണ്ടാക്കാം. ഇത് രണ്ടും ചികിത്സിച്ചാൽ മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ എല്ലാ പല്ലും പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ സുഖമാണെന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. കാരണം എന്ന് വെച്ചാൽ പല്ലെല്ലാം പ്രായം കുറവുള്ളപ്പോൾ തന്നെ പല്ല് പറിച്ചു കഴിഞ്ഞാൽ ജോയിൻറ്റിൻ്റെ വേദനയായിരിക്കും അടുത്തത്. ജോയിൻറ്റിൻ്റെ വേദന നമുക്ക് തോന്നുന്നത് ചെവി വേദനയായിട്ടും തലവേദനയായിട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ പറിച്ചു കളയാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് ജോയിൻറ്റ് വേണം, നമുക്ക് ചെവി വേണം, നമുക്ക് തല വേണം, ഇതെല്ലാം ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് പല്ലിൻ്റെ വേദന മാറാൻ വേണ്ടി പല്ലെല്ലാം കുറേ എണ്ണം പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. കുറച്ച് കഴിയുമ്പോൾ ജോയിൻറ്റിന് വേദന വന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തലവേദനയായി മാറും. അപ്പോൾ ഈ വേദനയുള്ള സാധനങ്ങളെല്ലാം മുറിച്ച് കളയാൻ നമ്മൾ തുടങ്ങിയായിരുന്നെങ്കിൽ നമുക്ക് തലവേദന എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ തല മുറിച്ച് കളയാൻ പറ്റുമോ? അതുപോലെ അല്ല ചികിത്സിക്കേണ്ടത്. ഇത് പല്ലുവേദന ഉണ്ടെങ്കിൽ പല്ലുവേദനയ്ക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കൃത്യമായ ചികിത്സയുണ്ട്. മോണയ്ക്ക് അസുഖമുണ്ടെങ്കിൽ മോണരോഗത്തിനുള്ള ചികിത്സകൾ വളരെയധികം അവൈലബിളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുവാൻ വേണ്ടി പലപ്പോഴും ഡെൻ്റൽ ക്ലിനിക്കുകളിൽ കയറുമ്പോൾ അതിനൊരു ചിലവുണ്ട് എന്നുള്ളതാണ് പലരുടെയും പേടി. അപ്പോൾ നിങ്ങളൊരു വണ്ടി മേടിക്കുമ്പോൾ ചിലവില്ലേ, നിങ്ങൾക്കൊരു വീട് വയ്ക്കുമ്പോൾ ചിലവില്ല, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചിലവില്ല, ഇതെല്ലാം ചിലവാണ്. അപ്പോൾ നമ്മുടെ ആവശ്യവും നമുക്ക് ഇത് വേണമെന്ന് തോന്നിയാൽ ഇതിനെല്ലാം ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാകും. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി നിങ്ങൾക്ക് കാര്യമായിട്ട് ശരിക്കും നിങ്ങൾക്ക് അതിനുള്ള ചിലവാക്കാൻ തൽക്കാലം കാശില്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രികളിലൊക്കെ ഇതിനുള്ള കൃത്യമായ ചികിത്സാ രീതികളുണ്ട്. എല്ലാം പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ തന്നെ ചെയ്യണമെന്നില്ല. നമുക്കൊരു ഡെൻ്റൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന പ്രശ്നം ഇല്ല, നമുക്ക് അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലുള്ളത്. കാരണം മെഡിക്കൽ സൈഡിൽ ഇൻഷുറൻസ് ഉണ്ട്, ഡെൻ്റൽ സൈഡിൽ ഇൻഷുറൻസ് ഇല്ലാത്തതാണ് പലപ്പോഴും ഉള്ളത്. അത് കൊണ്ടുവന്നപ്പോഴൊക്കെ അത് അബ്യൂസ് ചെയ്തു. പല പ്രാവശ്യം ഇത് തുടങ്ങിയവർക്കൊക്കെ അടിപറ്റി. കാരണം വെച്ചാൽ അത് പലരും പറ്റിക്കപ്പെട്ടു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഡെൻ്റൽ ഇൻഷുറൻസ് ഇന്ത്യയിൽ നിന്ന് പോയത്. അപ്പോൾ ഡെൻ്റൽ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പല്ലിൻ്റെ ചികിത്സകൾ പ്രൈവറ്റ് ക്ലിനിക്കുകളിലൊക്കെ ചെയ്യാൻ ചിലവ് കൂടുതലാണ്. അപ്പോൾ അതിന് ഒന്ന് ചെയ്യേണ്ടത് ഗവൺമെൻറ് കോളേജുകളിലോ അല്ലെങ്കിൽ ഡെൻ്റൽ കോളേജുകളിലോ പോയി കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് ഇതിന് ചികിത്സ ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് പല്ല് പറിച്ചു കളയരുത്. ചവയ്ക്കാനും ചിരിക്കാനും നിങ്ങൾക്ക് വളരെയധികം ആവശ്യമാണ്. പല്ല് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് വരുന്നത് ജോയിൻറ്റ് പെയിനും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, വയറിൻ്റെ പ്രശ്നം, ഇതൊക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പിന്നീട് ഈ പല്ല് വെക്കേണ്ടി വന്നാൽ നിങ്ങൾ ഈ പല്ല് പറിച്ചു കളഞ്ഞതിനേക്കാളും പല്ല് അന്ന് ശരിയാക്കേണ്ടി വന്നതിനേക്കാളും ഒക്കെ വളരെയധികം ചിലവ് വരുന്നൊരു കാര്യമാണ് പല്ല് ഉറപ്പായി പല്ല് വയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് പല്ല് പറിച്ചു കളയരുത്. പല്ല് ചവയ്ക്കാനും ചിരിക്കാനും ഉള്ളതാണ്. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.